അങ്ങനെ നമ്മളിതാ എന്നൂരിൽ എത്തിയിരിക്കണം. ഇതാണ് എന്നൂർ. ഉണ്ടോ, വളരെ മനോഹരമാണിത് കാണാനായിട്ട്. എങ്ങനെയുണ്ട്? നല്ലതാണ്. നമ്മൾക്ക് ഓരോ സംസ്കാരം, അവരുടെ ഓരോ ആചാരങ്ങളും സംഭവങ്ങളെല്ലാം ഓരോ കുടിലിനുള്ളിൽ നമുക്ക് കാണാം. നമ്മളങ്ങനെ ഇപ്പം പൂക്കോട് ലേക്കിൽ വന്ന് എത്തിയില്ല. 300 മീറ്റർ ഉണ്ട്. വണ്ടി അവിടെ പാർക്ക് ചെയ്യണം. ഇവിടെ പാർക്കിംഗ് ഫെസിലിറ്റി ഇല്ലെന്നാണ് പറയുന്നത്. നമുക്ക് അറിയത്തില്ല. നമ്മളിനി അങ്ങോട്ട് പോയി നോക്കണം. അങ്ങോട്ട് പോയി നോക്കുമ്പോഴത്തേക്കും അറിയാം. ചിലപ്പോൾ അവിടെ അടുത്ത് തന്നെ പാർക്കിംഗ് കാണുമായിരിക്കും. നമ്മളെന്തായാലും ഇവിടെ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് നടക്കുകയാണ്. 50 രൂപയാണ് പാർക്കിംഗ് ചാർജ്. അത് എന്നൂരിലും അങ്ങനെ തന്നെയായിരുന്നു 50 രൂപ പാർക്കിംഗ് ചാർജ്. 300 മീറ്റർ പറഞ്ഞേക്കുന്നത്. നോ പാർക്കിംഗ്. ഗ്ലാസ് ബ്രിഡ്ജ് അത് പരസ്യം കൊടുത്തേക്കുന്നത്. ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ പരസ്യമൊക്കെ ഉണ്ട്. നാളെ 1 കിലോമീറ്റർ ഇവിടെ അല്ലേ നമ്മൾ നാളെ 900 പൂക്കോടിലേക്കുള്ള ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. നമ്മൾ പക്ഷേ നാളെ ഇനി 900 കണ്ടിയിലെ ഗ്ലാസ് ബ്രിഡ്ജിലൊന്ന് പോയാൽ മുണ്ടിയേ നാളെ ഇനി 900 കണ്ടിയിലെ ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് ഒന്ന് പോയാലെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം നാളെ 1-2 സ്ഥലങ്ങളും കൂടെ കവർ ചെയ്ത് എന്താണ് അടുത്ത പ്ലാൻ എന്ന് ഇനി നാളെ പറയാം. മുഖത്തടിക്കുന്നുണ്ട്. അതെ, പക്ഷെ ചൂടേ ഇല്ല. രാത്രി ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. ഭയങ്കര തണുപ്പായിരുന്നു ഇന്നലെ രാത്രിയിൽ. നല്ല തണുപ്പായിരുന്നു പുറത്തോട്ട് ഇറങ്ങിയിട്ട്. ഇതിപ്പോൾ വെയിലടിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ, പക്ഷെ നല്ല തണുപ്പാണ്. എന്തായാലും ഇവിടെ എന്തായാലും കൊള്ളാം. ഉണ്ടല്ലേ ഇങ്ങനെ നടക്കുക. ഇതുപോലെ മരങ്ങളും റോഡും എല്ലാം ആയിട്ട് അതുപോലെ എല്ലാത്തിനും നടക്കൂടെ ഇങ്ങനെ നടക്കുക. നല്ല സുഖമുണ്ട് ഇങ്ങനെ നടക്കുക. നല്ലതായത് ഇതേപോലെ വെക്കേഷനൊക്കെ ആസ്വദിക്കണമെങ്കിൽ ഇതാണ്ട പൂക്കോട്ടിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് കാണാം. റോഡ് സൈഡിൽ തന്നെ കയാക്കിങ്ങും നമ്മളവിടെ ചെന്നിട്ട് കയാക്കിങ് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. കാരണം സ്പീഡ് ബോട്ടിങ് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ആണേ. അതെ, പെഡൽ ബോട്ടും ചെയ്തിട്ടുണ്ട്. ഇനിയുള്ളത് ഇത് കയാക്കിങ്. കയാക്കിങ്ങേ ഉള്ളൂ. ഇൻഡിവിജ്വലായിട്ട് ഞങ്ങൾ രണ്ടുപേരും ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ ഒന്നിച്ച് ചെയ്തിട്ടില്ല. കയാക്കിങ് ചെയ്യണമെന്നുണ്ട്. നമ്മൾ പോയി നോക്കട്ടെ, പോയി നോക്കി ബാനാസുര സാഗർ ഡാം അവിടെ ഉണ്ട് ഈ വാട്ടർ ആക്ടിവിറ്റീസ് എല്ലാം. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഈ ഡാമിലോട്ടായിരിക്കും പോകുന്നത്, ബാണാസുര ഡാമിലോട്ട്. കഴിഞ്ഞ് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ച് നമ്മളവിടെ വയനാട് സ്പെഷ്യൽ പോത്തൻകാലി കിട്ടുമോ നോക്കാം. അവിടെ ഒരു കടയിൽ എഴുതി വെച്ചേക്കുന്ന കണ്ട് അവൈലബിൾ ആണെന്ന്. അങ്ങനെയാണെങ്കിൽ ഉച്ചയ്ക്ക് അത് കഴിക്കും. അത് കഴിച്ചിട്ട് ബാനാസുര ഡാമിലോട്ട് ഞങ്ങൾ പോകും. ഇപ്പൊ 12:15 കഴിഞ്ഞ സമയം. പൂക്കോട്ടിലേക്ക് ഞങ്ങൾ കണ്ടിരിക്കുകയാണ് ഗായ്സ്. അവിടെ പൂക്കോട്ടിലേക്കാണ്. അങ്ങനെ പൂക്കോട് ലേക്കിലെത്തി. ഇവിടെ കണ്ടോ ഫുള്ള് പെഡൽ ബോട്ടും സ്പീഡ് ബോട്ടും എല്ലാ കാര്യങ്ങളും. പൂക്കോട് ലേക്കിൽ മോട്ടോർ ബോട്ടൊന്നും ഇല്ല. എല്ലാം പെഡൽ ബോട്ടിങ്ങും പിന്നെ മാനുവലി തുഴയുന്നതും അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതാണ് സംഭവം. അവിടുന്ന് ടിക്കറ്റ് എടുത്ത് നമുക്കിവിടെ പ്രവേശിച്ച് കയറാം. അങ്ങനെ ഞങ്ങൾ കയാക്കിങ് ചെയ്യുകയാണ് ഗായ്സ്. അച്ചാച്ചൻ ആനി തുടയുകയാണ്. ഇവിടെ പണിയെടുക്കുകയാണ്. അങ്ങനെ പൂക്കോട് ലേക്കിലെ കയാക്കിംഗ് ആണ് ഗായ്സ്. എൻ്റെ കയ്യിലുണ്ട് അച്ചാച്ചൻ ഇതിൽ ആനി തുഴയുകയാണ്. എനിക്കിതിപ്പോൾ ഓർമ്മ വരുന്നത്, ഞാൻ ബി.എഡിന് പഠിക്കുന്ന സമയത്ത് കയാക്കിങ് ഇതുപോലെ ചെയ്തായിരുന്നു എൻ്റെ ഫ്രണ്ട് സിദ്ധു ആയിട്ട്. അന്ന് ഇതുപോലെ ആയിരുന്നു. ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കും, അവൻ കിടന്ന് പെടാപ്പായിട്ട് പെടുമായിരുന്നു. അങ്ങനെ അച്ചാച്ചൻ ഇപ്പോഴത്തെ ചെയ്യുകയാണ്. കൊള്ളാം, നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല കാറ്റാണ്. നമുക്ക് ചൂടെന്ന് പറയുന്ന സംഭവമേ ഫീൽ ചെയ്യുന്നില്ല. ഞാൻ ബാക്കിൽ കാണിച്ചു തരാവേ അടുത്തത്. കണ്ട നല്ല ഭംഗിയാണ്. എൻ്റെ ബേബി കഷ്ടപ്പെട്ട് തുഴയുകയാണ് ഗൈസ്. ഇപ്പോൾ ആൾക്കാർ കൂടി ആക്ച്വലി. അങ്ങനെ കയാക്കിങ് അവസാനിച്ചു. സൂപ്പർ, നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഞങ്ങളുടെ കയാക്കിങ് കഴിഞ്ഞ് നീണ്ട യുദ്ധത്തിന് ശേഷം ഞങ്ങൾ മൊത്തം നനഞ്ഞു, കുറേയൊക്കെ നനഞ്ഞ്. പണിയെടുക്കാത്ത അവസാനമൊക്കെ എനിക്ക് അതിന്റെ ട്രിക്ക് മനസ്സിലായി. പിന്നെ ഞാനോട് ചേർന്നിട്ടാ തുഴഞ്ഞേ അല്ലേ. അതായത് നമ്മൾ റൈറ്റിലോട്ട് തുഴയുമ്പം ലെഫ്റ്റിലോട്ട് പോകും, ലെഫ്റ്റിലോട്ട് തുഴയുമ്പോൾ റൈറ്റിലോട്ട് പോകും. അങ്ങനെ ഞാൻ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്ത് തുഴഞ്ഞു. പക്ഷെ സൂപ്പർ ആയിട്ടോ. എനിക്ക് തോന്നുന്നു സ്പീഡ് ബോട്ടും മറ്റേതിനേക്കാളും സ്പീഡ് ബോട്ടിംഗ് കിടലായിരുന്നു, അത് പറയാൻ പറ്റില്ല. പക്ഷെ എനിക്കൊന്ന് പെഡൽ ബോട്ടിനേക്കാളും ബെറ്റർ എന്തായാലും കയാക്കിംഗ്. 2 പേർക്ക് ഒരു കയാക്കിങ്ങിന് 300 രൂപയാണ് പേയ്മെന്റ്. ഒരു അരമണിക്കൂർ ടൈം നമുക്ക് പറയും. അങ്ങനെ പക്ഷെ കൊള്ളാട്ടോ, നല്ല രസമുണ്ട്, നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ടൈം അല്ല, നമ്മുടെ ഫസ്റ്റ് ടൈമാണ്. ബെസ്റ്റ് ആണ്. ഓക്കേ, നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. നമ്മളിവിടുന്ന് നെയ്ച്ചോറും കപ്സയായിരുന്നു കഴിച്ചത്. നമ്മൾ പോത്തങ്കാല് ബോർഡ് കണ്ടിട്ടാണ് കയറിയത് ഈ കടയിൽ. പക്ഷെ പോത്തങ്കാലില്ല. ഇപ്പോൾ ഇവിടെ വയനാട് എവിടെയും പോത്തങ്കാല് ലഭ്യമല്ല എന്നാണ് പറഞ്ഞത്. നോമ്പ് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവര് ഉണ്ടാക്കി തുടങ്ങിയിട്ടില്ല എന്നാ പറഞ്ഞത്. നോമ്പ് കഴിഞ്ഞതിന് ശേഷം. അതെ, നോമ്പിന് ശേഷം അവർ ഉണ്ടാക്കിയിട്ടില്ല എവിടെയും. എങ്ങുമില്ല. ഈ കടയിലാണ് കയറിയത്. കൊള്ളാൻ വരും, നല്ല ഫുഡായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോകുന്നു
കർലാട് ലേക്ക്. അപ്പോൾ ഇനി കർലാട് ലേക്ക് എത്തിയിട്ട് കാണാം. ഞങ്ങളങ്ങനെ ഇപ്പം കർലാട് ലേക്കിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ കർലാട് ലേക്കിലാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ പൂക്കോട് ലേക്ക് പോലെ തന്നെയാണ്. ബോട്ടിങ്ങും കാര്യങ്ങളും ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. നമ്മൾ തൽക്കാലം ഇവിടെ നിന്നൊന്നും ചെയ്യുന്നില്ല, ആക്ടിവിറ്റീസ് ഒന്നും ചെയ്തില്ല. വലിയ തിരക്കൊന്നുമില്ല, തിരക്കൊന്നുമില്ല. കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 2-3 വണ്ടികളൊക്കെ ഉള്ളൂ ഇവിടെ. ജസ്റ്റ് എന്തായാലും പോയി നോക്കി ഒന്ന് കണ്ടിട്ടൊക്കെ ഇങ്ങനെ ഇറങ്ങും. പിന്നെ ബാനാസുര സാഗർ ഡാമിലോട്ട് വൈകുന്നേരം 5 മണി വരെ ഉള്ളൂ. ഇപ്പോൾ സമയം 3:30 നമ്മൾ വിചാരിച്ചതിനേക്കാൾ 1 മണിക്കൂർ ലേറ്റ് ആയിപ്പോൾ. വഴിയിലൊക്കെ നമ്മൾ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ നിന്ന് കുറച്ച് സ്പൈസസും സംഭവങ്ങളൊക്കെ മേടിച്ച്. വയനാട് അഡ്വഞ്ചർ ക്യാമ്പ്, കർലാട് ലേക്ക്, സിപ്പ് ലൈൻ, കയാക്കിംഗ്, ബോട്ടിംഗ്, ബാംബു റാഫ്റ്റിംഗ് ഇവിടെ ഉണ്ട് കേട്ടോ. ജോഗിങ് ഏരിയ ഇതെല്ലാം ഇവിടെ ഉണ്ട്. ഇതാണ് പാർക്ക്. ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കണം. എനിക്ക് തോന്നുന്നു 40 രൂപ, അഡൽറ്റിന് 40 രൂപയാണ് ടിക്കറ്റ്. അത്യാവശ്യം ടിക്കറ്റ് എടുക്കുക. അങ്ങനെ ഞങ്ങൾ കർലാട് ലേക്കിലേക്ക് പോട്ടെ. അങ്ങനെ ഇതാണ് കർലാട് ലേക്ക്. കുറേ ആംബിൾസ് ഉണ്ട് അവിടെ. താണ്ടേ ഇവിടെ ബോട്ടിങ്ങിനായിട്ടുള്ള ജാക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ബാംബു റാഫ്റ്റിങ്ങിൻ്റെ അതൊക്കെ കിടപ്പുണ്ട്. പെഡൽ ബോട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഫുള്ള് നല്ല ആമ്പലൊക്കെ ഉണ്ട്. ദാണ്ട ഗൈസ്, ഇവിടെ ഇങ്ങനെ കുറേ സ്പേസുകൾ കണ്ട, അവിടെ പിന്നെ ഇവിടെ അങ്ങനെ പലയിടത്തായിട്ട് കയറി നിന്ന് കാണാനുള്ള സ്പേസുകളുണ്ട്. കിടക്കുന്നുണ്ട് ആ ബോട്ടുകൾ എല്ലാം ഉണ്ട്. പക്ഷെ ആരും ഇപ്പോൾ ഓടിക്കാനില്ല. വേണ്ട കണ്ട, മൊത്തം ആമ്പൽപ്പാടമാണ്. ഇതാണ് ഗൈസ് കർലാട് ലേക്ക്. വേണ്ട ബാംബു റാഫ്റ്റിങ്ങിൻ്റെ ഞങ്ങൾ ബാംബു റാഫ്റ്റിങ് കുറുവ ദ്വീപിൽ ചെയ്യണം എന്നാണ് കരുതിയിരിക്കുന്നത്. കണ്ടോ, ഫുൾ ഒരുപാട് ആമ്പലുകളുണ്ട് കേട്ടോ. കാണാൻ കൊള്ളാം. ഇത് ഒരാൾ നിന്ന് കാര്യമായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഗൈസ്. ഇത്രേ ഉള്ളൂ സംഭവം. പിന്നെ അത് അവിടെ കണ്ടോ, അങ്ങോട്ടൊക്കെ അതുവഴിയൊക്കെ നടക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെന്തായാലും നടക്കാനൊന്നും ഇറങ്ങുന്നില്ല. കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ആമ്പലുകൾ ഫുള്ള് നിറയെ ഉണ്ട് കേട്ടോ. ആ പ്രോ ഫോട്ടോഗ്രാഫർ. അങ്ങനെ നമ്മളിപ്പോൾ ബാണാസുര സാഗർ ഡാം അവിടെ എത്തിയിരിക്കുകയാണ്. സമയം ഇപ്പോൾ 4:30. നമ്മൾ ഇടയ്ക്ക് കർലാട് ലേക്കിലൊക്കെ കയറിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ പിന്നെ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് നല്ല ദൂരമുണ്ട് നടക്കാനായിട്ട്. അതെ, പിന്നെ നാളെ, അതായത് ഏപ്രിൽ 9-ാം തീയതി ഇവിടെ പല സ്ഥലങ്ങളും അവധിയാണ് ഇലക്ഷൻ പ്രമാണിച്ച്. അതുകൊണ്ട് ഞങ്ങളെന്തായാലും നാളത്തെ ഞങ്ങളുടെ പോകുന്ന സ്ഥലത്തേക്ക് നമ്മൾ മുൻകൂറായിട്ട് തന്നെ വിളിച്ച് ചോദിച്ച് ഉറപ്പ് വരുത്തി. അതുകൊണ്ട് നാളെ എന്തായാലും കുറുവ ഐലൻഡ് 900 കണ്ടിയൊക്കെ നാളെ നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അതെ, അവിടത്തേക്ക് ഇപ്പോൾ നമ്മൾ വിളിച്ച് ചോദിച്ച് ഉറപ്പ് വരുത്തി. നാളെ എന്തായാലും അവധിയല്ല. പിന്നെ ഇപ്പോൾ എന്തായാലും സ്റ്റെപ്പ് കയറുകയാണ് ഞങ്ങൾ. അതെ, സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ് ഡാമിൻ്റെ മുകളിലോട്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ഡാമിൻ്റെ മുകളിൽ എത്തിയിരിക്കുകയാണ്. അതെ, പക്ഷേ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ചെയ്ത് എനിക്ക് തോന്നുന്നു നല്ല ആയിരിക്കുമെന്ന്. പക്ഷേ നല്ല പ്രൈസ് ഉണ്ട്. നല്ല റേറ്റ് ഉണ്ട്. കയാക്കിങ്ങിന് ഏകദേശം 500 രൂപ. ഞങ്ങൾ പൂക്കോട് ചെയ്തത് 300 റുപ്പീസിനാണ്. ഇവിടെ 550 എഴുതി വെച്ചേക്കാം. അത് തടാകം, ഇത് ഡാം, ആ ഒരു വ്യത്യാസമുണ്ട്. കയാക്കിങ് ആണെങ്കിൽ ഇതിൽ രണ്ടെണ്ണം ചെയ്യാം. സ്പീഡ് ബോട്ട് നൈസ് ആയിരിക്കും. സ്പീഡ് ബോട്ടുകളൊക്കെ ഇവിടെ ധാരാളം പോകുന്നുണ്ട്. മാട്ടുപ്പെട്ടി ഡാമിൽ നമ്മൾ സ്പീഡ് ബോട്ടിങ് ചെയ്തായിരുന്നു. സാഗർ ഡാം തന്നെയല്ലേ. പക്ഷെ ഇവിടെ വെള്ളമൊക്കെ നല്ല കുറവാണ്. കണ്ടില്ലേ, വെള്ളം കാണുമ്പോഴേ അറിയാം വെള്ളമൊക്കെ കുറവാണ്. പലയിടത്തും എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ പാമ്പുകളുണ്ടെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം എത്രത്തോളം അപകടകരമായ പാമ്പുകളാണെന്ന് അറിയത്തില്ല. മല, സൂപ്പർ മല, നല്ല അടിപൊളിയാണ്. ഇവിടെ ശരിക്കും പറയാം, ഇവിടെ വരെ വന്നാൽ വേർത്ത് തന്നെ കൊള്ളാം. അങ്ങനെ ബാണാസുര സാഗർ ഡാമും എല്ലാമൊക്കെ കണ്ടു. നമ്മളിനി നേരെ റൂമിലോട്ട് പോവുകയാണ്. ഇനി നേരെ റൂമിലെത്തി
ഇവിടെ ഏകദേശം കുറുവ ദ്വീപിന് അടുത്തായിട്ടാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. നേരെ അങ്ങോട്ടേക്കാണ് ഇനി യാത്ര. നാളെ രാവിലെ ഇനി കുറുവ ദ്വീപിലോട്ടാണ് പോകുന്നത്. അപ്പം ബാക്കി കാഴ്ചകൾ നമുക്കിനി നാളെ കാണാം. നന്ദി, നമസ്കാരം.